ഫുൾ ഹാൻഡ് ഡിസൈന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ലൈന് തുടങ്ങുന്നത് നമ്മൾ വാച്ച് കെട്ടുന്ന ഒരു സ്പേസ് ഇല്ലേ, ആ ഒരു ഭാഗത്തു നിന്നായിട്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു തിൻ ലൈൻ കൂടി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ സ്പീഡായിട്ട് കൊടുക്കരുത്. ഞാൻ വീഡിയോ അധികം ലെങ്ത്തായി വെച്ചിട്ട് ഫാസ്റ്റാക്കിയതാണ്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്പൈറൽ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഓരോ ഡോട്ട്സ് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക. ഇനി അതേപോലെ രണ്ട് സൈഡിലും സെൻറ്ററിലായിട്ട് സ്പൈറൽ കൊടുത്തു. എന്നിട്ട് ഹംസും കൊടുത്തു, ഡോട്ട്സും കൊടുത്തു. ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഇത് ഓരോരുത്തരുടെയും കൈയിൻ്റെ വീതി അനുസരിച്ചിട്ട് 3, 4, 5 ഒക്കെ ആവും. ഇനി നമ്മൾ മുകളിലായിട്ട് ആദ്യം ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററത്തെ മാത്രം ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി അതിൻ്റെ താഴെയായിട്ട് ലൈന് കൊടുക്കുക. 2 ലൈനൂടെ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് തിക്ക് ലൈനാക്കി കൊടുക്കുക. വീണ്ടും താഴെ ഒരു ലൈന് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ വലിയ ഹംസ് കൊടുക്കുകയാണ്. കണ്ടോ? ഇനി അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈന് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പോർഷന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫില്ലിങ് ചെയ്യാണ്. കണ്ടില്ലേ? ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഡോട്ട്സ് കൊടുക്കുക. ഒരേ സ്പേസിൽ ഡോട്ട്സ് ഒരേ ഇപ്പോൾ നമ്മൾ മണ്ടാല ഡിസൈനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇനി സെൻറ്റർ പോർഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷനിലൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. ചെറിയൊരു സർക്കിൾ, നമ്മൾ സർക്കിളൊക്കെ വരയ്ക്കാൻ പഠിച്ചതല്ലേ, അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇൻസൈഡിലുള്ളത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹംസ് ഒരേപോലെ വരച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ വലിയ ഹംസാണ് വരയ്ക്കുന്നത്. കണ്ടോ? ഒരു റാ ഷേപ്പിൽ വരുന്ന വലിയ ഹംസ് ചുറ്റിലും വരച്ചു കൊടുത്ത് ഇനി നമ്മളൊരു സർക്കിൾ കൂടെ അതിൻ്റെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ? നമ്മൾ താഴെ ചെയ്തിരുന്ന ഈ ഡിസൈന് ഇപ്പോൾ സർക്കിളിൽ ചെയ്യുകയാണെന്ന് മാത്രം കേട്ടോ. വീണ്ടും നമ്മൾ ഔട്ട്ലൈൻ ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ചുറ്റിലും ഹംസ് തന്നെ വരച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ കൈയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റി മാറ്റി തിരിച്ചൊക്കെ വെച്ച് വരച്ചു കൊടുത്തോളൂ കേട്ടോ. നമുക്ക് കയ്യിലാണ് ഒന്നുകൂടെ സുഖം പേപ്പറിൽ വരയ്ക്കുന്നതിനേക്കാളും. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഹംസ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും സെയിം സൈസിൽ തന്നെയാണ് കേട്ടോ താഴെയുള്ളതും മുകളിലുള്ള ഹംസും. കണ്ടില്ലേ? ഇനി നമ്മളത് 2 പോർഷനായിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ സ്പൈറൽ കൊടുക്കുകയാണ്. സ്പൈറൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്തു. താഴെ അതേപോലെ നമ്മൾ കൊടുക്കുകയാണ്. സ്പൈറൽ കൊടുക്കുക, ഹംസ് കൊടുക്കുക. ഇനി അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക. നമ്മൾ ഓരോരുത്തരുടെ കൈയുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടില്ല? എല്ലാം ഒരേപോലെ തന്നെ സ്പൈറലും ഹംസുമാണ്. ഈ സൈഡും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക.
ഹംസ് വരച്ച് കൊടുക്കുക. ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട, വീഡിയോ ഞാൻ ഫാസ്റ്റാക്കിയതാണ്. കണ്ടില്ലേ, ചുറ്റിലും നമ്മൾ ഫ്ലവേഴ്സ് വരച്ചു. ഇനി നമ്മൾ താഴെയും മുകളിലും ഉള്ളതിൻ്റെ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് നമ്മൾ കണ്ടില്ലേ, ആ ലീഫാണ് നമ്മൾ ചെയ്തില്ലായിരുന്നു, ലീഫിൽ ആ ലീഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ എല്ലാത്തിൻ്റെയും ഗ്യാപ്പിൽ സെയിം അത് തന്നെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. ലീഫ് ജസ്റ്റ് ലൈന് കൊടുത്തിട്ട് നല്ലോണം പ്രഷർ ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. കണ്ടോ, മൊത്തത്തിൽ ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. താഴെ മുകളിൽ മാത്രം ഫ്ലവറിൻ്റെ മുകളിൽ, ബാക്കിയെല്ലാം ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ. കണ്ടില്ലേ? ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ കുറച്ചൊരു വലിയ ഡോട്ടും സൈഡ്സിലായിട്ട് നമ്മൾ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ?